എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ചിന്തിക്കുക ഒന്ന് മീൻ മാർക്കറ്റിൽ പോകണമെന്ന്. കാരച്ചൂര വരും കാരണം എനിക്ക് മീനച്ചാറിൻ്റെ നല്ല ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊന്ന് വരും അവരോട് വിളിച്ചു ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചെന്ന് നോക്കുമ്പം മനസ്സിലാവുമെന്നും പറഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ഇന്ന് പെട്ടെന്നെല്ലാം രാവിലെ എല്ലാം ഒന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് മീൻ മാർക്കറ്റിൽ പോകണം. അപ്പോൾ രാവിലെ സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കി. വെജിറ്റബിൾ പാറ്റീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടങ്ങ് സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലെത്തി. ഇനി മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണാമേ. नहीं बाबा वो कैसे है? 425 है मैडम. 425 आधी रेट व्यत्यास हो. अरे घी बाबा घी काटले घी कैसे है? कितना का? 125 100 का 25 बांगड़ा 100 का 25 क्या क्या था? दे दोगे ना यार, जो धंधे में कमाए उसमें दोगे ना. ऐसे कहाँ पे आंधी वाली में बिल्डिंग में ഇതെന്ന് പറയുന്നത് കുഞ്ഞൻ മത്തിയാട്ടോ. അപ്പോൾ റേച്ചൻ പറഞ്ഞു ഇതെന്തിനാ വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്ക് അന്നേരം ഇവിടെ ഒരു ഇച്ചിരി ഇരുമ്പം പുളി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ചിന്തിക്കുക ഇച്ചിരി കുഞ്ഞു മീൻ കിട്ടുവാണെങ്കിൽ അതൊന്ന് തോരൻ വെക്കാൻ ഇരുമ്പം പുളി ഇട്ടു. അപ്പോൾ ഈ കുഞ്ഞത് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു കൂട്ടം 200 പറഞ്ഞു. പിന്നെ റേച്ച 150 പറഞ്ഞോണ്ടേ 150 അവർ തന്നു. പക്ഷേ അത് എൻ്റെ പൊന്നോ, അന്നേരം എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചാ. പിന്നെ ചിന്തിച്ച് വീട്ടിൽ വന്നാണ് ചിന്തിച്ചോ അത് വാങ്ങിക്കണ്ടായിരുന്നെന്ന്. ഇത് ഇച്ചിരി വീഡിയോയിൽ ഇച്ചിരി ഒന്ന് വലുതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അത്രയും വലുതൊന്നുമല്ല. അപ്പോൾ എന്നോട് പള്ളു പറഞ്ഞ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും കൊണ്ടുവന്നാൽ അപ്പച്ചൻ കഴിക്കത്തില്ല, ഈ കുഞ്ഞതുകൂടെ ആയതുകൊണ്ട്. പിള്ളേർ പിന്നെ തോരനൊക്കെ വെച്ചാൽ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അതേ ഉള്ളൂ. അപ്പം നമ്മുടെ കൊതി കൊണ്ട് നമ്മളങ്ങ് വാങ്ങിച്ചതാ. വലിയതിരിക്കുന്നു ഇവിടെ വേണ്ട വലുതുണ്ട്. 400 ये 100 का बाटा है वाला कौन सा चाहिए? കുപ്പ ഉണ്ടോ നോക്കിട്ടെ. കുപ്പ ഉണ്ടോ നോക്കിട്ടെ. ये कितना तक होएगा? 200 का 12 13 दे देगा. ഒന്നുമില്ല, നല്ല കാലി അതിലെ നോക്കി ഒന്ന് പോവാം. പ്രോൺസ് എന്താ വിലയാന്ന് നോക്ക്. പ്രോൺസ് ആ ഒരു കൂട്ടം 1000 രൂപ. അത് പൊളിച്ചാൽ എന്തോ കാണും. നമ്മളിപ്പോൾ രാവിലെ വരുവാണെങ്കിൽ ഈ റേച്ചാൻ ഈ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലേ, ഇവിടാണ് അങ്ങ് ആൾക്കൂട്ടം എന്ന് വെച്ചാൽ അങ്ങോട്ടും പോകാനൊക്കത്തില്ല ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല രാവിലെ ആണെങ്കിൽ. ഇപ്പം അവിടെ എല്ലാം നമ്മളിപ്പം ഇവിടെ എത്തിയേണ്ട ഒരു 9 മണിയായി. ഇവിടെ ഇച്ചിരി കാലി കിടക്കുക. അല്ലെങ്കിൽ രാവിലെ നമുക്ക് ആ സൈഡിൽ കൂടെ ആൾക്കാർ വരും, ഈ സൈഡിൽ കൂടെ ആൾക്കാർ വരും. ഈ സൈഡിലാണ് ഒരു ഹോൾസെയിലുകാരൻ. ഈ മാർക്കറ്റിൻ്റെ അകത്തും ഒരു വലിയ ആളുണ്ട്. അയാളുടെ കയ്യിൽ നിന്നാണ് ഈ നമ്മുടെ ഈ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് ആ സൈഡിൽ തള്ള്.
റേച്ചാൻ പറഞ്ഞു ഒന്നുമില്ല നമുക്കങ്ങ് പോകാമെന്ന്. ഞാൻ പറഞ്ഞു വെറുതെ ഈ സൈഡിലൂടെ ഒന്ന് നോക്കാമെന്ന്. അതാണ്ട് കുട്ടി ചൂര, കുഞ്ഞൻ ചൂര, ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. മത്തി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ചെതിച്ച് കറി വെച്ചാൽ എനിക്ക് മത്തി കറി വെക്കുന്നത് ഇഷ്ടം. അപ്പം കറി വെച്ചാൽ ഞാനും പോളും മാത്രമേ കൂട്ടൂ. അപ്പച്ചനും കഴിക്കത്തില്ല, പ്രീസനും കഴിക്കത്തില്ല, മുള്ള് മേടിച്ച്. അതുകൊണ്ട് പിന്നെ മത്തി അങ്ങ് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഈ കുളയില ഉണ്ടല്ലേ, കുളയിലെ പുള്ളിക്കാരൻ ഒരു കൂട്ടം 200 പറഞ്ഞത്. എണ്ണി നോക്കിയെണ്ണേ എത്ര, അല്ല 200 അങ്ങാണ്ട് പറഞ്ഞ്. എണ്ണി നോക്കിയെണ്ണ എത്ര 14 16 അങ്ങാണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധനം നല്ല ഫ്രഷായിരുന്നു. ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് റീച്ചാന്ന് ചോദിച്ചാൽ 2 കൂട്ടം 400 പുള്ളി പറഞ്ഞ്. റീച്ചാൻ പറഞ്ഞ് 350 താന്ന്. പക്ഷെ അത് നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അതും വാങ്ങിച്ചു. വേറെ ഞങ്ങൾ വന്നത് കേര ഉണ്ടെന്നും പറഞ്ഞാൽ വന്നേ. ഈ കറുത്ത മീൻ ഇവിടെ ഒത്തിരി പേര് ഇവിടങ്ങളിലുള്ളവരൊക്കെ വാങ്ങിക്കുന്നതാണ്. കണ്ടാലില്ല കരിമീൻ പോലെ ഇരിക്കും. പക്ഷെ അത് വറക്കാൻ കൊള്ളാം, പക്ഷെ മുള്ളാണ് അതിന്. ഇവിടെ ഈ ചില മീൻകാരി ലേഡിമാർ നിൽക്കും അവിടെ. ഇവരുണ്ടല്ലോ ദൈവമേ, വിളിച്ചിട്ട് നമ്മളെ വന്ന് പിടിച്ചിട്ട് വാങ്ങിയിരുന്നു പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാലും അങ്ങ് നമ്മുടെ അടുത്ത് വാങ്ങിയിരുന്നും പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ തിരിച്ച് പോയിട്ട് വരട്ടെന്നും പറഞ്ഞ് ഇവരുടെ ഇന്നായിരുന്നു ഞങ്ങൾ മിക്കവാറും അയല വാങ്ങിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ചോദിച്ചിട്ടാണ് പോയത് വില. അപ്പം തിരിച്ച് വരട്ടെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് വന്നിട്ട് അയലക്കുഞ്ഞും വാങ്ങിച്ച്. ഇവിടെ ഇരിക്കുന്ന അയലകൾ തന്നെ പല രീതിയിൽ, ചിലത് പുറത്ത് നല്ല മിനുസം കാണും, ചിലത് മിനുസം കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള മീനുകളുണ്ട്. അപ്പോൾ ആ മീനുകളിലും ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ സമയം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വാങ്ങിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും രാവിലെ 7-7:30 വരുവാണെങ്കിൽ നമുക്ക് ഇത്രയും വാങ്ങിക്കുന്നുള്ളൂ എങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സ്ഥലം കാണത്തില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ ഇങ്ങനെ തള്ളി പോകുന്നത്, അന്നേരം നമുക്ക് സമയവും പോകും. അപ്പം ഇന്നിതാ ഈ സമയത്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് നോക്കിയിട്ട്, പിന്നെ രാവിലെ വന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല മീനുകൾ കാണും. അതൊക്കെ ചിലപ്പോൾ ചൂരയൊക്കെ ഉണ്ടായിരുന്നേക്കാം, അത് തീർന്നു പോയി കാണും. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഞങ്ങൾ തിരിച്ചു വരിക. ഞങ്ങൾ കയറി നോക്കിപ്പോയി, അതില്ല. രാവിലെ മീൻ മാർക്കറ്റിൽ പോയിട്ട് വന്നു. മീനൊന്നും അങ്ങനെ ഇല്ല. പിന്നെ പോയതല്ലേന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നയാ. അപ്പം ആരെങ്കിലും ചോദിക്കും ഈ മീൻ കാണിക്കുന്നതിന് ഇത് പിന്നെ എന്തുവാന്ന്. മീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിലക്കനുസരിച്ച് ഇത്തിരി വിലയുണ്ട്. എന്നാലും വാങ്ങിച്ചു ഇച്ചിരി. പിന്നെന്തുവാ, വന്ന ഡ്രസ്സ് അങ്ങ് മാറി. ഞങ്ങൾ ചെന്നത് ഇച്ചിരി ലേറ്റായിട്ടാണ് പോയത്. 9 മണിയായിട്ടാണ് പോയത്. അതുകൊണ്ട് തള്ളില്ലായിരുന്നു, പെട്ടെന്ന് പോയി നോക്കി വാങ്ങിക്കാം. പക്ഷെ അതുകൊണ്ട് രാവിലെ ആകുമ്പോൾ നല്ല ഇതിനേക്കാൾ കൂടുതലൊക്കെ മീൻ കാണും. ഇതിപ്പോൾ തീർന്ന് എല്ലാവരും ഒക്കെ പോകാറല്ല, 12-1 മണി വരെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും മീനിൻ്റെയൊക്കെ ആ ഒരു ഇതങ്ങ് നിന്ന്. അപ്പം ഞാൻ കാണിക്കാൻ വാങ്ങിച്ച എന്തൊക്കെയാണേ. ഇത് അയല 25 എണ്ണം 400 രൂപ. ഇത്രയേ ഉള്ളൂ അയല. പക്ഷേ നല്ല മീനാണ്. ചിലതൊക്കെ ഇച്ചിരി ഇതായിട്ടുണ്ട്. ഇതൊന്ന് കഴുകി ഇച്ചിരി നമുക്ക് അതിൽ കഴുകിയിട്ട് പാർട്ടാക്കി വെക്കട്ടെ. ഇത് വെട്ടി വരുന്നവർക്ക് ഭ്രാന്തളവ്. ഇത് 200 രൂപ. തോരൻ വെക്കാൻ നല്ലതാണ്, തിന്നാൻ പക്ഷെ വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെടുക്കും. ഇതാണ് കുളയില. ഞാൻ പറഞ്ഞില്ലേ കുളയില. അതിൻ്റെ ഇവിടെ ഒരു മുരുത്തുള്ള, ഇതും നല്ല മീനാണ് കഴിക്കാൻ. ഇതെന്തുമായിരുന്നു? ആ കുഞ്ഞയല. ഇതിപ്പം കുളയില അവരൊരു കൂട്ടം വെച്ചിരുന്നത് 200 രൂപ. 200 രൂപയ്ക്ക് 18 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം 350-ന് ഇത്രയും തന്നു. കുഴപ്പമില്ല കേട്ടോ, നല്ല ഫ്രഷ് നല്ല പച്ചരി മീനായത്.
ഇവിടുത്തെ മുരുത്ത് കൈ കൊണ്ട വേദനയാണ്. ഇത് കുഞ്ഞ് അയലക്കുഞ്ഞ്. ഇത് 100 രൂപ. വറക്കുകയോ തോരൻ വെക്കുകയൊക്കെ ചെയ്യാം. വന്ന് മീനുകളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്ന ഒരു വല്ലാത്തൊരു ജോലിയാണ്. പിന്നെ ഇപ്പോഴത്തേക്ക് ഇച്ചിരി കറി വയ്ക്കാൻ ഞാൻ ആ കൊഴിയാളെ എടുത്തത്. എന്നിട്ട് അയല ഒരു 5 വറക്കാനും എടുത്തിട്ടുണ്ട്, അത് വെട്ടണം. പിന്നെ പാത്രങ്ങൾ കഴുകിയില്ല, കുറച്ച് കഴുകി, കുറച്ചെല്ലാം മുക്കാലും കഴുകി, ബാക്കി ഇച്ചിരി ചായ കുടിച്ചത് അതൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം നിറച്ച് വെച്ചു, ബോട്ടിലുകളിൽ വെള്ളം നിറച്ചു, ഇനി കുടിക്കാൻ വെള്ളം വെച്ചു, ചോറ് വെച്ച് വാർത്ത്, ഇനി പുതിയ ചോറ് വെക്കണം, തോരൻ വെക്കണം, കറി വെക്കണം, തുണി കഴുകാൻ കിടക്കുന്നു. ഇപ്പം സമയം കുറേ ആയി. ഓക്കെ, എനിക്കെന്തോ ഇന്നങ്ങനെ വല്ലാത്തൊരു തല കറങ്ങുന്ന പോലൊക്കെയോ എന്താണ്ടൊക്കെയാണ് ഒരു ഇത്. പ്രൈസന് ഇന്ന് പോകണ്ട, പോളുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജോലി ഇന്ന് താമസിച്ച് നടക്കത്തുള്ളൂ. പ്രൈസൻ്റെ സ്കൂളിലും ഇലക്ഷൻ്റെ ഇതായതുകൊണ്ടേ നാളെ ഇവിടുത്തെ വോട്ട്. 13 ഇടട്ടെ. ഞാൻ കുറച്ച് കിട്ടുള്ളൂ, അന്നേരം അത്രയും കളർ വന്നില്ല. ഇത് ഇച്ചിരി ഒന്ന് എനിക്ക് ആ കളറങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ളത് ഒന്ന് ഇവർക്ക് ഒന്ന് ക്രമീകരിച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാനിരുന്നത്. അപ്പോൾ ഉച്ച 1 മണിയാകുമ്പോഴത്തേക്കിന് ഇവർക്ക് ചപ്പാത്തി കൊടുക്കാം. ബാക്കി പിന്നെ സാവകാശം എനിക്ക് ചെയ്താൽ മതിയല്ലേ. എങ്ങനെയും ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഈ കവറുകളെല്ലാം ഒന്ന് കഴുകി ഞാൻ സോപ്പിട്ട് അങ്ങോട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം കവറുകളെല്ലാം ഒന്ന് കഴുകി ഇടാൻ. ഈ മാർക്കറ്റിൽ പോയിട്ട് വന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു ജോലിയാണ് ഇത്. കവർ കഴുകി ഇടക്കും. പിന്നെ കാരണം പിറ്റേന്നും നമുക്ക് പോകുമ്പം വേണ്ടേ മീൻ ഉള്ള കവറ്. അതുകൊണ്ട് ആ കവറിനൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ ജായിച്ച് കംഫർട്ടൊക്കെ ലാസ്റ്റ് ഇടും. അല്ലെങ്കിൽ എത്ര കഴുകിയാലും ആ സഞ്ചിയിലെ ആ ഒരു സ്മെല്ല് പോകത്തില്ല. എന്നിട്ട് വെയിലത്തോട്ട് കൊണ്ടിടും. എൻ്റെ വലത്തെ തള്ളവിരൽ വയ്യ. ഞാൻ പറഞ്ഞില്ല ഇന്നാളി ഓറഞ്ച് പൊളിച്ച് അവിടം വലത്തെ തള്ളവിരൽ നഖത്തിൻ്റെ അവിടെ വേദനയായിട്ടിരിക്കുക. അമക്കി തൊലി പ്രസ് ചെയ്തതാണ്. ഇതിനിങ്ങനെ ഇച്ചിരി പരിഞ്ഞിലുണ്ട്, പക്ഷേ ഞാൻ ഇതിൻ്റെ പരിഞ്ഞിലെടുക്കാറില്ല. എന്തോ എനിക്ക് അതിൻ്റെ പരിഞ്ഞിലിനോട് അത്ര താല്പര്യമില്ല. ഞാനെന്നും പറയും മാർക്കറ്റിൽ പോകാം. പക്ഷേ ഈ മാർക്കറ്റിലെ ഈ തള്ളും ബഹളവും അവിടെയൊക്കെ ഈ തൊളിയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അവിടെ ഒരു പൈപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ മാർക്കറ്റിൽ അതിൻ്റെ അകത്ത് മീൻ വാങ്ങിക്കാൻ നടക്കുന്നിടത്തെല്ലാം ഇത്തിരി തൊളിയുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ വരാൻ നേരം ആ മീനൊക്കെ വെട്ടുന്ന ആൻറ്റിമാരിക്കുന്നിടത്ത് 2 ഇടത്തും പൈപ്പുണ്ട്. അത് എപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ കാലൊക്കെ കഴുകിയിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ താഴെ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, ഓസ് ഗാർഡനിൽ വെള്ളമൊക്കെ നിറയ്ക്കും. അപ്പോൾ അതും എപ്പോഴും ഓണായിട്ട് കിടക്കും. പിന്നെ അതും കഴുകിയിട്ടേ കയറുക, അല്ലെങ്കിൽ ചപ്പൽ വരെ സ്മെല്ല് കാണും. അത്രയും കഴുകിയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വെളി ബാൽക്കണിയിലെങ്ങാണേ ഇടാക്കത്തുള്ളൂ. കുറച്ചേറി ആ വെയിൽ കൊണ്ടിട്ടേ ആ ചപ്പലിൻ്റെയൊക്കെ സ്മെല്ല് പോകത്തുള്ളൂ. കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ ഊരിയിടാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ ഊരിയിട്ടാൽ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ പൂച്ചയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത്ര വിശ്വാസമില്ല ഇതുങ്ങളെ. ഈ മീൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ എത്ര ആണെങ്കിലും നിങ്ങൾ വന്ന് ഒന്നീ വലിച്ച് പറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ മീനും കൂടെ അടപ്പത്ത് വെച്ചിട്ടൊന്ന് പോയി കുളിക്കണം, എന്നിട്ട് വേണം ഒന്ന് സ്വസ്ഥമാവാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന പരിപാടിയും കൂടെ അല്ലേ. അപ്പോൾ എങ്ങനെയും ഒന്ന് കുളിച്ചിട്ടൊന്ന് ചേർന്ന് പോയി നടന്നു നോക്കണമെന്നുള്ള ഇതാണ് എൻ്റെ മനസ്സിൽ. പയറിച്ചിരി ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു, അതുകൂടൊന്ന് തേങ്ങയും തിരുമ്മി വെച്ചായിരുന്നു. അപ്പോൾ അതുകൂടൊന്ന് തോരൻ വെക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ 13 വാങ്ങിക്കാൻ കയറുന്ന റീച്ചാൻ ചോദിച്ച് കപ്പ വാങ്ങിക്കുന്നോന്ന്. ഞാൻ റീച്ചാനൊട്ട് കഴിക്കത്തുമില്ല. പിന്നെ നമ്മളോട് ചോദിക്കും വേണോന്ന്. ഞാൻ റീച്ചാൻ കൂടുതൽ എന്നെ ഫോഴ്സ് ചെയ്യല്ലേ വേണമെന്ന്. അവിടെ കണ്ടോണ്ടേ കപ്പ അവിടെ കിടക്കുന്നു. ഞാനങ്ങോട്ട് നോക്കാനേ പോയില്ല. കണ്ടാൽ നമുക്ക് കൊതി വരും. കാരണം കഴിവതും അങ്ങ് ഇത്തിരി ഒന്ന് അവോയ്ഡ് ചെയ്യാന്നുള്ള ഇതാണ് കപ്പയൊക്കെ. പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞിലെ സ്ഥിരം കപ്പയായിരുന്നല്ലോ. എന്നാലിപ്പം എല്ലാവരും ഹെൽത്ത് നോക്കുന്നവരല്ലേ. അപ്പോൾ കപ്പ നമുക്കിത്തിരി ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് കപ്പയൊന്നും അത്ര നല്ലതല്ല, അറിയാം. എന്നാലും നമ്മുടെ കൊതി കൊണ്ട് നമ്മളങ്ങ് കഴിക്കും. ഇതെല്ലാം അറിയാം മനസ്സിൽ. പിന്നെ കപ്പ കാണുമ്പം ഇതൊന്നും ഓർക്കത്തില്ല. കുറച്ച് നേരത്തേക്കിന് അതെല്ലാം ഒന്നും മാറ്റി വയ്ക്കും.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഗ്യാസിന് എന്തോ കുഴപ്പമുണ്ടാകുമെന്ന് ചരിഞ്ഞിരിക്കുക. അപ്പം ഗീതേച്ച് പറയുക അതേ മോഹൻലാൽ സ്റ്റൈലാണ് സ്റ്റവ്. അപ്പോൾ ഞാൻ ഈ തോരനൂടെ ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.